രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം നിഷേധിച്ച വിധിയാണ്. ഇതിന്റെ 14-ാം പേജിൽ ബഹുമാനപ്പെട്ട കോടതി പറയുന്നു, അലിഗേഷൻ ഓഫ് റേപ്പ് ഇനീഷ്യലി വിത്ത് ദി കൺസെന്റ് ആൻഡ് ദെയർ ആഫ്റ്റർ അഗൈൻസ്റ്റ് ഹെർ വിൽ വിത്തൌട്ട് ഹെർ കൺസെന്റ് ഈസ് നോട്ട് സപ്പോർട്ടഡ് ബൈ എനി മെറ്റീരിയൽ അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം. അതായത് അതിജീവിത പറഞ്ഞ റേപ്പെന്ന പീഡനമെന്ന പരാതി നിലനിൽക്കില്ല എന്ന് ബഹുമാനപ്പെട്ട കോടതി പറയുകയാണ്. പിന്നെ എങ്ങനെയാണ് ഇവർ അതിജീവിതയാകുന്നത്? എല്ലാ മീഡിയക്കാരും വാർത്ത കൊടുക്കുമ്പോൾ അതിജീവിത എന്നാണല്ലോ കൊടുക്കുന്നത്. ശരിക്കും പരാതിക്കാരിയല്ലേ? ബഹുമാനപ്പെട്ട കോടതി പറയുന്നു പീഡനാരോപണം നിലനിൽക്കില്ലെന്ന്. പിന്നെ ആ സ്ത്രീ എങ്ങനെ അതിജീവിതയാകും? പിന്നെ എങ്ങനെ ഞാൻ അവരെ അധിക്ഷേപിച്ചതാകും? അതിജീവിത എന്ന വാക്ക് ഒരു പരിശുദ്ധമായ വാക്കാണ്. അതിജീവിത എന്ന വാക്കിന് ഒരു വിലയും മാന്യതയുമുണ്ട്. അതിജീവിത എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ വേദന അനുഭവിച്ച് അതിനെ അതിജീവിക്കുന്ന വ്യക്തിയാണ്. എന്നാൽ ഈ പെൺകുട്ടി കോടതി വിധി പ്രകാരം അതിജീവിതയല്ല. ഈ പെൺകുട്ടിയെ ഒരു കാരണവശാലും അധിക്ഷേപിച്ചല്ല, ഫാക്ട്സ് മാത്രം. ആ പെൺകുട്ടിയുടെ ഭർത്താവിന്റെ വീഡിയോ നിങ്ങൾ എല്ലാ മാധ്യമങ്ങളും കൊടുത്തതിനെ വെച്ചാണ് ഞാനൊരു വീഡിയോ ചെയ്തത്.